നാട്ടിലെ 50 കോടി രൂപ ദുബായിൽ എങ്ങനെ ഇരിക്കും അറിയാവോ? ഇത് ഇങ്ങനെ ഇരിക്കും. ഈ കാണുന്ന 7 ബെഡ്റൂം മാൻഷൻ ഏകദേശം 10,000 സ്ക്വയർ ഫീറ്റ് പ്ലോട്ട് ഏരിയ, അതായത് നാട്ടിലൊരു 20 സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന 12,000 സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പും വരുന്ന ഈ വില്ലയാണ് 50 കോടി രൂപയുടെ വില. ആക്ച്വലി ഈ കാണുന്ന വില്ലയുടെ വില 50 കോടി രൂപയാണ്. 12,000 സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പും 10,000 സ്ക്വയർ ഫീറ്റ് പ്ലോട്ട് ഏരിയ ആണ് വരുന്നത്. 10,000 സ്ക്വയർ ഫീറ്റ് പ്ലോട്ട് എന്നാൽ നാട്ടിൽ ഏകദേശം ഒരു 20 സെൻറ്റ് സ്ഥലവും. ഈ കാണുന്ന മാൻഷൻ 7 ബെഡ്റൂം മാൻഷനാണ്. ഇത് എന്താണ് ഇത്ര വിലയെന്ന് ചോദിച്ചാൽ ലൊക്കേഷനാണ്. ഡൗൺ ടൗണിൽ നിന്ന് 10 മിനിറ്റ് 15 മിനിറ്റ് ഡിസ്റ്റൻസിൽ നാദൽഷിവയിലാണ് ഈ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന വില്ലയുടെ ഒരു ഹോം ടൂർ നമുക്ക് നടത്താം. കയറി വരുമ്പോൾ നമുക്ക് ചെറിയൊരു മുറ്റം ഉണ്ട് ഫ്രണ്ടിൽ. പിന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. ഒരു 4 കാർ വരെ ഇടാവുന്നൊരു കാർ പാർക്കിംഗ് ആണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് നേരെ വില്ലയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്ലോർ ടു സീലിംഗ് ഹൈറ്റ് തന്നെ അപ്രോക്സിമേറ്റ്ലി ഏകദേശം 20 മീറ്റർ ഫ്ലോർ ടു സീലിംഗ് ഹൈറ്റ് ഉണ്ട്. അതുപോലെ ഡോറൊക്കെ ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു മാൻഷനാണ്. ഇതൊരു സാധാരണ മലയാളിക്ക് വാങ്ങാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് അല്ല. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ദുബായിൽ എന്തെല്ലാം ഓപ്ഷൻസ് ആണുള്ളത്. അപ്പം നമുക്ക് ഒരു നല്ലൊരു വില്ല, ഒരു മാൻഷൻ നമുക്ക് നാദൽഷിവ പോലുള്ള ലൊക്കേഷനിൽ ദുബായിൽ വാങ്ങണമെങ്കിൽ ഡൗൺ ടൗണിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് ഡിസ്റ്റൻസിൽ ഒരു 7-8 ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു വലിയ ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു വലിയ മാൻഷനാണിത്. ഇത് എല്ലാവർക്കും വാങ്ങാൻ പറ്റണമെന്നില്ല, പക്ഷേ അത്യാവശ്യം പൈസയുള്ള ഒരാൾക്ക് ദുബായിലൊരു വില്ല പണിതെടുക്കുന്ന ആ ഒരു എഫേർട്ട് ഇതിലില്ല. കാരണം ഇൻബിൽഡ് പൂള് കാണാം നമുക്ക്, അതുപോലെ ലിഫ്റ്റ് കാണാം. പൂൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് പൂളാണ്. പിന്നെ നല്ലൊരു എന്താ പറയുക, സെൻറ്ററിൽ നമുക്ക് നല്ലൊരു സ്പേസ് ഉണ്ട്, ലിവിങ് സ്പേസ് ഉണ്ട്. അത് കൂടാണ്ട് ഈ പറഞ്ഞ ഒരു ലിഫ്റ്റ് ഉണ്ട്. എല്ലാ ബെഡ്റൂംസും അറ്റാച്ച്ഡ് വാഷ്റൂംസ് ആണ്. എല്ലാ ബെഡ്റൂംസും മാസ്റ്റർ ബെഡ്റൂംസ് ആണ്. ഏകദേശം ഒരു ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 800 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ബെഡ്റൂമിൻ്റെ സൈസ്. അതായത് നമ്മുടെ നാട്ടിലൊരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈസാണ് ഒരു ബെഡ്റൂം. ഈ ലിവിങ് ഏരിയ മാത്രം ഏകദേശം 450 സ്ക്വയർ ഫീറ്റ് 500 സ്ക്വയർ ഫീറ്റ് ഉള്ള ലിവിങ് ഏരിയ, ചെറിയ ലിവിങ് ഏരിയ ആണിത്. അതുപോലെ എല്ലാ ബെഡ്റൂംസും ഇത്രയും വലുത്, ലിവിങ് ഏരിയ ഇത്രയും വലുത്, ഇത്രയും വലിയൊരു മാൻഷനാണിത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ യൂസഫ് അലി അതുപോലെയുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഷംസീർ വാലിൽ പോലെയുള്ള അത്യാവശ്യം ഒരു 1 ബില്യൺ പ്ലസ് ടേൺ ഓവറൊക്കെ ഉള്ളൊരു ഇൻകം ഉള്ള ഒരാൾക്ക് പറ്റിയ ഒരു ടൈപ്പ് ഓഫ് വില്ലയാണ് അല്ലെങ്കിൽ മാൻഷനാണ് ഈ കാണുന്നത്. കിച്ചൻ്റെ സൈസ് തന്നെ നമ്മുടെ നാട്ടിലൊരു അപ്പാർട്ട്മെൻറ്റൊക്കെ ലിവിങ് ഏരിയയുടെ സൈസ് ഉണ്ട് കിച്ചൺ. സ്പേഷ്യസ് കിച്ചണാണ്. അപ്രോക്സിമേറ്റ്ലി 400-450 സ്ക്വയർ ഫീറ്റ് കിച്ചൺ തന്നെയുണ്ട്. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം സീമെൻസ് പോലുള്ള ബ്രാൻഡാണ്. ഇത്രയും വില എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് കാറ് കൊറോള വാങ്ങാം, റോൾസ് റോയ്സും വാങ്ങാം, എല്ലാം കാറ് തന്നെയാണ്. പക്ഷേ പ്രോപ്പർട്ടി വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടിയുടെ ക്വാളിറ്റി, ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, അതിൻ്റെ സൈസ് പെർ സ്ക്വയർ ഫീറ്റ്, പിന്നെ സിറ്റിയിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചിട്ട് വില കുറയും. ഡിസ്റ്റൻസ് കുറയുന്നതനുസരിച്ചിട്ട് വില കൂടും. അപ്പോൾ സിറ്റിയിൽ നിന്ന് വളരെ അടുത്താണ്, 15 മിനിറ്റേ ഉള്ളൂ. ഡൗൺ ടൗണിൽ നിന്ന് 15 മിനിറ്റ്. ഇത്രയും വലിയൊരു മാൻഷൻ വേൾഡിലെ തന്നെ ഒരു ലാൻഡ് മാർക്കായിട്ടുള്ള ലൊക്കേഷനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെയാണ് ഈ വില. അപ്പോൾ ഇതൊരു പ്രസ്റ്റീജിയസ് പ്രൊഡക്റ്റാണ്. നമ്മൾ ചില സാധനങ്ങളൊക്കെ മോഹവില എന്ന് പറയും. അതുപോലെ മോഹവിലയാണ് ഇതിനൊക്കെ. ഇവിടെ കുറേ വില്ലാസ് ഇതുപോലെ ഉണ്ട്. പല മലയാളികൾക്ക് ഇവിടെ വില്ലാസ് ഉണ്ട്. വില്ലാസ് എന്നല്ല, മാൻഷൻസ് ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് വില്ല എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 3000 മുതൽ 5000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് 12,000 സ്ക്വയർ ഫീറ്റ്, 11 to 12,000 സ്ക്വയർ ഫീറ്റ് ടോട്ടൽ ഏരിയ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ കിച്ചണാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.